ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബട്ടർ കേക്ക് തയ്യാറാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കാണ്. അപ്പോൾ മുന്നേയുള്ള കേക്ക് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 തവണ അരിച്ചെടുത്തതാണ്. 1/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് 2-3 തവണ അരിച്ചെടുത്തിട്ട് വെച്ചതാണ്. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മുട്ട മാത്രമല്ല, കേക്കിന് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തതാണെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ആദ്യമായിട്ട് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഹൈ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഹൈ സ്പീഡിലിട്ടുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബൗൾ കമഴ്ത്തിയാലും ഇതൊന്നും താഴെ പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടുക. ഇനി നമുക്ക് ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ഇവിടെ റൂം ടെമ്പറേച്ചർ തന്നെയാണുള്ളത്. ഇതിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, 100 ഗ്രാം. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്തത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഇവിടെ കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ചേർത്തിടാൻ തന്നെ വാനില എസൻസും കൂടെ ചേർക്കണം. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവും വല്ലാതെ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ലൈറ്റ് മധുരമാണ്, വലിയ മധുരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 7-8 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഒരുമിച്ച് ചേർക്കേണ്ട, പകുതിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഇതുപോലെ ഇടയിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സും മൈദ എന്തിനാണ് മിക്സ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുമ്പോൾ നട്ട്സ് കേക്ക് ടീനിൽ പറ്റിപ്പിടിക്കുകയോ അതിൻ്റെ അടിയിലായിട്ട് ഊറി നിൽക്കുകയോ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ ബട്ടറൊക്കെ ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് വലിയ കേക്ക് ടിന്നാണ്. ശരിക്കും ഇത്ര വലിയ കേക്ക് ടിന്നിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്.
ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് വെക്കാം. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കും കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പിന്നെ ഇടയ്ക്ക് പോയിട്ട് തുറന്നു നോക്കാനൊന്നും പാടില്ല. ഇതിപ്പോൾ 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കി. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കേക്കിൻ്റെ ചൂടിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ബട്ടർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടീ ടൈമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടി അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇതുപോലെയുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്